ഹായ് ഡി ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥലം വരെ പോകാനുണ്ട്. പിന്നെ അങ്ങനെ വീട്ടിൽ അവിടെ പണിക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കാനുണ്ട്. ഉച്ചവരെ അങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെയാണ്. ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് വരി. ഇഷ്ടപ്പെട്ടാരെല്ലാവരും ലൈക്ക് എന്തായാലും കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടൊക്കെ പോകാം. അപ്പോൾ പണിക്കാർക്കുള്ള ചായ ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്. നമ്മൾ പൂളയൊക്കെ വെക്കാണെന്ന് വിചാരിച്ചു, പക്ഷേ നമുക്ക് കിട്ടിയില്ല, കടയിലൊന്നുമില്ല. അപ്പോൾ പൊറോട്ട വാങ്ങിച്ച്, പിന്നെ മീൻകറിയാണ്. മീൻകറി ഇവിടെ വെച്ച്. അപ്പോൾ എന്താ, പണിക്കാരിപ്പോൾ വരൂല, കാത്തിക്കാണ്. ഇത് മോൾക്ക് വേണ്ടിയിട്ട് ചെറുതാട്ടോ. അത് കുറച്ച് പഴുത്തിട്ടൊന്നുമില്ല, അവൾക്ക് ഇങ്ങനത്തെ പച്ച മാങ്ങനോടാ ഇഷ്ടം. ഉപ്പിട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പുളിയുണ്ട് തോന്നുന്നു. കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നത്, ഇത് മധുരവും പുളി കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഉപ്പിട്ടിട്ട് മാങ്ങയിൽ ഇട്ടെടുക്കൂല. കുറച്ച് കൊണ്ട് കൊടുക്കട്ടെ അല്ലേ. പാട്ടുകാരെവിടെ വെച്ച് ഉമ്മമ്മ കട്ടുന്നാനി അല്ലേ. അണ്ടി വേണ്ട ഇതമ്മക്ക ആരമ്മന് പാട്ടൊക്കെ വെച്ചേ. ഉമ്മ വെച്ചാ അണ്ടി ഞാൻ കഴിച്ചിട്ടോ, നല്ല മധുരമുണ്ട്. ഉപ്പിടേണ്ട ആവശ്യമില്ല, പക്ഷെ എൻ്റെ മോക്ക് എന്താണെന്നറിയോ, കുറച്ചെങ്കിലും പുളി വേണം. പുളിയുള്ള സാധനത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലൊക്കെ നല്ല ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിനെ, പക്ഷെ എന്നും നല്ല വെയിലാണ്, നല്ല ചൂടുള്ള വെയിൽ. രാത്രിയൊക്കെ എന്താ ചൂട് കറിയൊക്കെ, കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും നല്ല മഴ പെയ്യേണ്ടതല്ലേ. ഓരോരോ ഇതിലെ കാലാവസ്ഥ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ ചിലപ്പോൾ ഒരു ഇരുണ്ട മാതിരി നിൽക്കുന്നുണ്ട് അല്ലേ. ശരിക്കും നല്ല വെയിൽ. അപ്പം നമുക്ക് ഉച്ചക്കിലേക്ക് ഇതാ വായക്ക ഉപ്പേരി അല്ലേ അമ്മ. അവിടെ ഒരാൾ മാങ്ങയൊക്കെ തിന്നു. അതിന് ഇതും മീൻകറിയും ചോറുമാണ്. എനിക്കാണെങ്കിൽ അല്ല, അതില് കച്ചാറുണ്ട്, പപ്പടം, തൈരില് വറുത്തതുണ്ട്. ഒന്നും പോരെ, അത് മതി. അത് തിന്നുമ്പോ തന്നെ ഓല വയറ് നിറഞ്ഞോളൂ. പൊറാട്ട തിന്നതിന്റെ മുകളിലൊക്കെ ചോറ് അടിപൊളിയാണ്. കറിയും ചോറും ഒക്കെ കൊടുത്തു തിന്നാക്കറിയാ പറ്റൂല എന്നുള്ളത്. അല്ല, നല്ല ഉഷാറാ. അതിനൊന്നും കുഴപ്പമില്ല. നാടൻ ഭക്ഷണത്തിന്റെ ആണോ, നാടൻ ഭക്ഷണം അല്ലെ ഇഷ്ടം. എനിക്കൊണ്ട് പിന്നെ വലിയ കറണ്ട് പോയി. വാഷിംഗ് മെഷീൻ തിരുമാനിട്ട് അല്ലേ അമ്മ. നമ്മളെ ഇൻവേർട്ടർ കേടൊന്നുമില്ലേ, ഇടി വെട്ടി സാപ്പാടായി അല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഡോക്ടർ ഇവിടെ ഫോണുകള് TV ഒക്കെ ഡോക്ടർമാരെ കാട്ടണം. കുറുമ്പിപ്പൂച്ച വന്ന് അതിൻ്റെതായ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം ഇനിയിപ്പോ. ഒരുപാട് പറത്തിക്കട്ടോ. പറത്തിക്കാൻ മീൻസ് ഓടിക്കുക. പറ്റിച്ചെന്നെയും മെരക്കദീജ. എന്റെ പേര് ഞാനിങ്ങനെ. അപ്പൊ ഞാന് നാളെ തൊട്ട് എനിക്കല്ലേ ഇവിടെ ഡ്യൂട്ടി. എല്ലാം ഞാൻ ക്യാമറമാനായി നടക്കുകയാണ്. കഴിഞ്ഞ ഇത് ലാസ്റ്റ് ആയിപ്പോട്ടെ അടുത്ത്. അങ്ങനെ പിന്നെ പണിക്കാർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഷോപ്പിൽ പോകണ്ടായിരുന്നു. താമരശ്ശേരി കാക്കൻ്റെ വീട് പണി എടുക്കണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് കുറച്ച് ടാപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി പോയതാണ്.
മിന മിന മിറർ നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് രാവിലത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം കറണ്ട് ഇല്ലായിരുന്നു, പിന്നെ ഫോണിൽ ചാർജില്ല. ഒരു പ്രോബ്ലം കൊണ്ട് വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല. 17 പറഞ്ഞില്ല, ഇത് നമുക്കൊരു 14 ഒറ്റ പീസ് ഉണ്ട്, ഒറ്റ പീസ് കൂടി 14. വെളി പെടുന്ന ഭയങ്കര കളി കേട്ടോ. ആ വേസൊക്കെ ചിലപ്പോൾ തട്ടി തള്ളിയാൽ മതി. ഒരുവിധം സാധനമൊക്കെ ഞങ്ങൾ ഒക്കെ നോക്കി എടുത്തു കേട്ടോ. ഇനി കുറച്ച് കിച്ചണിലേക്കുള്ള ടാപ്പൊന്ന് റെഡിയാണ്ട് അതും കൂടി ഇങ്ങനെ നോക്കുകയാണോ. പിന്നെ അതാ നേരെ ഇട്ടി വരുന്നുണ്ട്. നമ്മൾ വന്ന തന്നെ വൈകുന്നേരമാണല്ലോ, ഓലൊക്കെ സ്കൂളിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ പോകുന്നത്. 4 മണി 5 മണിയൊക്കെ കഴിക്കണം പോരുമ്പോൾ തന്നെ. ഈ സൈക്കിൾ നല്ല രസമുണ്ട് ഓല് ആക്കി വെച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ ഓല് പിറ്റേന്ന് അവിടെ നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞു. ക്ലോസറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ടാങ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ വിളിച്ചു കൊണ്ടുവരണം, കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി പോകുന്നത് താമരശ്ശേരി തന്നെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റായ കോപ്പ കിച്ചണിലേക്കാണ്. അവിടെ പോയി ചെറുതായിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ആക്കിയതിനും, കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യാം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.